ഹായ് ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഇച്ചിരി പഴങ്കഞ്ഞി കഴിക്കാം കേട്ടോ. ഇന്നലെ രാത്രിയിൽ ഞാൻ ഇച്ചിരി ചോറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് രാവിലെ എന്നിട്ട് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ ഇടിച്ച്, നല്ല എരിവുള്ള ഉണ്ടമുളക് കേട്ടോ, നന്നായിട്ട് ഇടിച്ചിട്ട് കഞ്ഞിക്കകത്തേക്ക് ഇട്ടു. ഒരല്പം ഉപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചാട്ടോ. രാവിലെ ഏകദേശം ഒരു 6-7 മണിയായപ്പോഴാട്ടോ ചെയ്തത്. എന്നിട്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ആദ്യം ഇച്ചിരി നമുക്ക് കോരിയെടുത്ത് നോക്കാം കേട്ടോ. കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എരിവ് എങ്ങനെയാണ് നമുക്ക് താങ്ങാൻ പറ്റണമെന്നാണോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞി ഞാൻ അങ്ങോട്ട് എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് അച്ചാർ, നല്ല പുളിയുള്ള പാവയ്ക്ക അച്ചാർ, നല്ല പാവയ്ക്ക അച്ചാറും അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറും ഞാനൊരു സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇടുന്നത് നമ്മുടെ സോയാബോളാട്ടോ. ഇന്നലെ രാത്രിയിലുണ്ടാക്കിയ സോയാബോൾ കറി ഞാൻ അതിനകത്തേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ ഓൾറെഡി ആദ്യമേ ഇട്ട് വെച്ചതാണ് കഞ്ഞിയിൽ, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടില്ല കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് ഞെരണ്ടണം. കൈ കൊണ്ട് ആ നെല്ലിക്കയെല്ലാം അങ്ങോട്ട് ഉടച്ച് പാവയ്ക്കെല്ലാം അങ്ങോട്ട് നന്നായിട്ട് ഞെരണ്ടിയിട്ട്, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക. ഞെരണ്ടിയിട്ട് കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉണക്കമീനും അതുപോലെ തൈരും ഇച്ചിരി ചമ്മന്തിയും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു പഴങ്കഞ്ഞി കേട്ടോ ഞാൻ കുടിക്കുന്നത്. എന്താണോ ഇന്നിപ്പോൾ പഴങ്കഞ്ഞി കുടിക്കാൻ തോന്നി, അങ്ങനെ ഇന്നലെ രാത്രി സെറ്റ് ചെയ്തിട്ടാ കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് കഴിച്ച് നോക്കട്ടെ. കഴിച്ചിട്ട് നല്ല നല്ല എരിവും അതുപോലെ തന്നെ അച്ചാറിൻ്റെ ആ ഒരു പുളിയും ഉണ്ട് കേട്ടോ. ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.